യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു നേതാക്കളെ മർദ്ദിച്ച കേസിൽ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതേസമയം ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് എ.ഡി. തോമസ് എം.എൽ.എ പറഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച കേസിൽ നടപടി ശക്തമാവുന്നു. കേസിൽ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ആലപ്പുഴ ജില്ലാ സെഷൻ ജഡ്ജി ഹണി എം വർഗീസ് ഈ അപേക്ഷ തള്ളി. പ്രതികൾക്കെതിരെ നിലവിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഒന്നും തന്നെ ചുമത്താത്തതിനാലാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ലെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് മർദ്ദനമേറ്റ എ.ഡി. തോമസ് എം.എൽ.എ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തെ ഇതിനെ വളരെ പോസിറ്റീവായി തന്നെ നോക്കിക്കാണുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പോലും കേസെടുക്കുവാൻ പോലും തയ്യാറാകാതിരുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനം ഇന്ന് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരാതി സ്വീകരിക്കുവാൻ പോലും തയ്യാറാവാതെ കോടതി ഇടപെടലിലൂടെ മാത്രം അന്വേഷണം നടത്തുകയും പിന്നീട് ഇങ്ങനെ ഒരു സംഭവമേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ കോടതിക്ക് റഫർ ചാർജ് നൽകുകയും ചെയ്ത ഒരു പോലീസ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എൻ്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആരെയും ആക്രമിച്ചിട്ടില്ല എന്ന് ലോകത്തോട് മുഴുവൻ കള്ളം വിളിച്ചു പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ ഈ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് തെരുവുകളിൽ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തലതല്ലിപ്പൊളിക്കുവാൻ മൗനമായി കലാപാഹ്വാനം നടത്തിയ മുഖ്യമന്ത്രിയുമായിരുന്നു. അതിനെല്ലാം ശക്തമായ തിരിച്ചടി ആ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം കേരളം നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അന്വേഷണം മുമ്പോട്ട് പോകുന്നു. ADGP MR അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുന്നു. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞതാണ്, അന്വേഷണ റിപ്പോർട്ട് തിരുത്തുകയും ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഈ കേസിൻ്റെ ഗതി മാറ്റാനും ഈ കേസ് ദുർബലപ്പെടുത്തുവാനും ശ്രമിച്ചവർക്കെതിരെയും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല. അതേസമയം എ.ഡി. തോമസ് എം.എൽ.എയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ കോടതി കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. തങ്ങളെ കക്ഷി ചേർക്കണമെന്ന ഇരുവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി നടപടി. കേസിൽ പ്രാഥമിക നടപടിക്രമം പോലും പാലിക്കാതെ പ്രോസിക്യൂഷനെയും അന്വേഷണ സംഘത്തെയും കോടതി രൂക്ഷമായി വിമർശിച്ചു.